ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനി ഓണൊക്കെ വരാൻ പോവുമല്ലേ, ഒന്ന് SM സ്ട്രീറ്റിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനും ചേച്ചിമാരും എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞാൻ പീലിക്കുട്ടീനെ എടുത്തിട്ടില്ല, അവളെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കി. പിന്നെ ഞങ്ങൾക്ക് നേരിട്ട് പാറമ്മന്നൊരു ബസ് ഉണ്ട് കേട്ടോ ടൗണിലേക്ക്, പർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് ഫറോക്ക് വഴിയാണ് പോവുക. അപ്പോൾ ഞങ്ങൾക്കൊരു ചേച്ചി ഫറോക്കിൽ നിന്നും കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേയിൽ വന്നിറങ്ങി. പിന്നെ ഒരു ചേച്ചി ബേപ്പൂരിൽ നിന്നാണ് വരാനുള്ളത്. അപ്പോൾ ചേച്ചിക്ക് റെയിൽവേയിലേക്ക് വരാനാണല്ലോ എളുപ്പം. അങ്ങനെ ചേച്ചി റെയിൽവേയിലേക്കും എത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇനി മഴ പെയ്താൽ എന്തായാലും കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൗണിലൊക്കെ നല്ല വെയിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് അപ്സര തിയേറ്ററിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഈ വഴിക്കാണ് ഞങ്ങൾ പാളയം റോഡിലേക്കാണ് കേട്ടോ കയറിയത്. അവിടെ വിജയിൻ്റെ വലിയ ഫോട്ടോ ഒക്കെ വെച്ച് മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് കയറിയതായിരുന്നു. പക്ഷേ അവിടെ നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളി കളക്ഷൻസ്. എനിക്ക് അവിടെ നല്ലൊരു ജിംക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇട്ട് നോക്കിയതാണ് കേട്ടോ. പാളയം റോഡിലുള്ള സീനാസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഇത്. പിന്നെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ടായിരിക്കും ഇത്തിരി റേറ്റും കുറവുള്ളത്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സാരിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേറൊരു കടയിലേക്ക് പോയി. ഇതും പാളയം റോഡിൽ തന്നെയാണ്, ഹോൾസെയിൽ കടയാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ഷോപ്പിൻ്റെ പേരൊന്നും പറയാത്തത്. പിന്നെ ഈ ഷോപ്പിൻ്റെ അടുത്തായിട്ട് തെക്ക് തെരുവ് തളി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അങ്ങനെ ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പുള്ളത്. ആ ഗ്യാപ്പിലൂടെയാണ് കേട്ടോ ഷോപ്പുള്ളത്. ഹോൾസെയിൽ കടയാണ്. ഇവിടെ തന്നെ ഒരു കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. അതിലൂടെ പോയാലാണ് ഞങ്ങൾ നേരത്തെ കമ്മൽ എടുത്തിട്ടുള്ള കടയുള്ളത് കേട്ടോ. ഇവിടെ നിറയെ പൂക്കൾ വിൽക്കുന്ന ആളുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ പാളയം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അധികം പൂക്കൾ, മുല്ലപ്പൂക്കൾക്കൊക്കെ ഇവിടെ നല്ല റേറ്റ് കുറവാണ്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അധികം ഞങ്ങൾ പൂ വാങ്ങാൻ പാളയത്തേക്ക് തന്നെയാണ് വരല്. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പൂജ സ്റ്റോറാണ് കേട്ടോ. ഇവിടെ ഒരു ഏട്ടൻ ഇരുന്നിട്ട് കെട്ടുകയാണ് ഈ പൂക്കളൊക്കെ. ആ ചെട്ടിപ്പൂവിൻ്റെ ഒക്കെ അമ്പലത്തിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ബ്രൈഡ്സിന് വെക്കുന്ന ചെറിയ പൂക്കളില്ലേ, വെള്ള, അതുണ്ട്. പിന്നെ അതേപോലെ ജർബർ ബൊക്കയിൽ വെക്കുന്ന പൂക്കൾ, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. പിന്നെ പൂജാ സ്റ്റോറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു കടയാണ് കേട്ടോ ഇത്. ഇതും ഹോൾസെയിലാണ്. ഇവിടെ അധികവും ഹോൾസെയിൽ സാധനങ്ങളാണ് കേട്ടുള്ളത്. നല്ല റേറ്റ് കുറവുണ്ട് എല്ലാ സാധനങ്ങൾക്കും. അങ്ങനെ ഞങ്ങൾ SM എത്തിയിട്ടോ. പിന്നെ ചേച്ചിമാർ കൂടെ ഉള്ളതുകൊണ്ട് വഴി തെറ്റൂല. ചേച്ചിക്ക് ഇവിടുത്തെ അധികം വഴികളൊക്കെ അറിയാം കേട്ടോ. പിന്നെ ആണെങ്കിലോ ഒടുക്കത്തെ തിരക്ക്. ഇതിലൊക്കെ കൂട്ടം തെറ്റിപ്പോയാൽ അറിയാൻ കൂടില്ല കേട്ടോ, അമ്മാതിരി തിരക്ക്. ഇവിടെ ഒന്നും ആളുകൾ അധികം ഇല്ലാത്തത് നോക്കണ്ട. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ശ്വാസം വിടാൻ സ്ഥലം ഇല്ലാത്ത പോലെ ആളുകൾ തിങ്ങി തിങ്ങി നടക്കുകയാണ് കേട്ടോ. പിന്നെ സൺഡേ മാർക്കറ്റും ഉണ്ട്. ഓണത്തിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ഞായറാഴ്ചയും അല്ലേ, അപ്പോൾ അത്രയ്ക്കും ആളുകളുണ്ടായിരുന്നു. പിന്നെ അധിക കടകളിലും സെറ്റ് സാരികൾ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ അജ്രക്കിൻ്റെ വർക്കുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഉള്ളിലേക്ക് എത്തി. അവിടെ ആണെങ്കിൽ ചെരുപ്പിൻ്റെ കളക്ഷൻസ് പറയാനില്ല, അത്രയും നല്ല നല്ല ചെരുപ്പുകൾ കേട്ടോ. പാർട്ടി വെയേഴ്സാണ് അധികവും ഉള്ളത്. 2 ജോഡി ചെരുപ്പിന് 300 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽറ്റിൻ്റെ കട ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഹരിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ആളുകളെ തട്ടിയിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഒരു സാധനം നോക്കാൻ കഴിയില്ല കേട്ടോ, അത്രയ്ക്കും തിരക്ക്. പിന്നെ ഞങ്ങളൊരു ടീഷർട്ടിൻ്റെ കട കണ്ടു കേട്ടോ. ഇവിടെ ചെറിയ കുട്ടികൾക്ക് 100 രൂപ, പിന്നെ 120 അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. എന്നാലും അധിക റേറ്റ് ഒന്നുമില്ല. പക്ഷേ റേറ്റ് കുറഞ്ഞാലും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അവിടുന്ന് ചേച്ചി പിന്നെ മക്കൾക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറുമാണ് തിരക്ക് എന്താണെന്ന് മനസ്സിലാവണത്. പിന്നെ ഓരോ സാധനങ്ങൾക്കും അത്രയും വില കുറവാകുമ്പോൾ എന്തായാലും തിരക്ക് കൂടുമല്ലോ. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരുപാട് നേരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിരിയാണി സെൻറ്ററിൽ കയറി. ഞങ്ങൾ എപ്പോൾ ടൗണിൽ വന്നാലും ഇവിടെ നിന്ന് തന്നെയാണ് ബിരിയാണി കഴിക്കാറ്. ഇവിടെ ആദ്യം ഒരു ഷോപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അപ്പുറത്തേക്കും കൂടെ ഒരു കടയും കൂടെ അവർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു ബട്ടൺ ഹൗസ് ആയിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം, അത്രയ്ക്കും തിരക്കാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുള്ളത്. പിന്നെ ദം ബിരിയാണി ഉണ്ട്, അതുപോലെ ചിക്കൻ പൊരിച്ച ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണികൾ മാത്രമല്ല കേട്ടോ, നെയ്ച്ചോറ്, പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. കല്യാണ വീട്ടിൽ പോയിട്ട് വരി നിൽക്കണ പോലെയാണ്. നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ബാക്കിലൊക്കെ വന്ന ആളുകൾ വരിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കയറി ഇരുന്നിട്ടില്ലെങ്കിൽ പിന്നെ സ്ഥലം കിട്ടുമില്ല. അങ്ങനെ ഒരു 4 പേര് എണീച്ചപ്പോൾ ഞങ്ങൾ വേഗം അതിൽ ചാടി കയറി ഇരുന്നതാണ് കേട്ടോ. 4 പേരെ സീറ്റ് ആണെങ്കിലും ഞങ്ങൾ 5 പേര് അതിൽ ഇരുന്നിട്ടുണ്ട്. ഇത്ര നേരം ഒരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ സീറ്റ് കിട്ടിയപ്പോൾ എന്താ സാധനം കൊണ്ടുവരാത്തതെന്നായി. അങ്ങനെ പിന്നെ ബിരിയാണി വന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം പറഞ്ഞത് 5 ബിരിയാണിയാണ്, 5 ദം ബിരിയാണി തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി ഉണ്ടെന്ന്.
അപ്പോൾ പിന്നെ എനിക്കും അമ്മൂനും പൊരിച്ച ബിരിയാണി മതി. അങ്ങനെ ഞങ്ങൾ അവർ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബിരിയാണി മറ്റേത് മതിയെന്ന്. അപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ കുഴപ്പമില്ല മാറ്റി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ 3 പേരും ദം ബിരിയാണിയും വാങ്ങിച്ചു, ഞങ്ങൾ 2 പേരും പൊരിച്ച ബിരിയാണി വാങ്ങിച്ചു. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാ പ്രാവശ്യവും ഈ കടയിൽ നിന്ന് തന്നെ വന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്നതിനെ കൊണ്ട് തന്നെയല്ലേ. അങ്ങനെ അവർ ബിരിയാണി കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിത് രണ്ടാളത് മാറ്റിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി മാറ്റണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് അമ്മൂട്ടീൻ്റെ മുഖം ഉള്ളത്. ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, 2 പീസും ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മടുപ്പ് വരാത്തൊരു ടൈപ്പ്. ചില ബിരിയാണി കഴിച്ചാൽ നമുക്ക് പിന്നെ കഴിക്കാനേ കഴിയില്ല, അങ്ങനെ പെട്ടെന്ന് മടുക്കുന്നൊരു ടൈപ്പല്ലേ. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നിങ്ങൾക്ക് അതിലെ മസാലയൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ മതിയായിരിക്കും. അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞങ്ങളെ ബിരിയാണി വന്നു കേട്ടോ. പിന്നെ റൈസൊക്കെ സെയിം ആവുമല്ലോ, അതിലുള്ള ചിക്കനുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൽ 3 പീസ് പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഭാഗ്യമുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ആ മഴ മുഴുവനും കൊള്ളേണ്ടി വന്നേനെ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴ നന്നായിട്ട് പോയിട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. അതേപോലെ മാറാല തട്ടുന്നത്, പിന്നെ ഉടുപ്പ് ഇതുപോലെ വെച്ച് വിൽക്കുന്നവരുണ്ട്. പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഷ്ടം. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടേ ഇല്ല. 2 പ്രാവശ്യം മഴ പെയ്തപ്പോഴും ഒന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലുമായിരുന്നു, ഒരു പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയതുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുക പീലിക്കുട്ടീനെ എടുക്കാനത് എത്രയോ ഭാഗ്യമായിരുന്നു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്താൽ നമുക്ക് കയറി നിൽക്കുക ഒരു സ്ഥലം ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല തിരക്കും കൂടെ ഉള്ളതുകൊണ്ട് മഴ പെയ്താൽ ചിലപ്പോൾ കൂട്ടം തെറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. കൂട്ടം തെറ്റിയാലും പരിസരത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ പിന്നെ അവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നാണ് പിന്നെ ഞങ്ങൾക്ക് ബസ്സുള്ളത്. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിലൊക്കെ കയറി. സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാമനാട്ടുകര ഇറങ്ങിയിട്ട് മാറി കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾക്ക് വാഴിയൂർ ബസ്സാണ് കേട്ടോ കിട്ടിയത്. കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണേ. ഇതിൽ കയറിയാൽ പിന്നെ ഞങ്ങൾക്ക് പാറമ്മൽ ചെന്ന് ഇറങ്ങാം. ടൗണിൽ നിന്ന് കയറിയാൽ പിന്നെ പാറമ്മൽ ചെന്ന് ഇറങ്ങാം. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ബസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും വന്നിട്ടില്ല. ഇറങ്ങി കയറേണ്ട ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നേരിട്ടുള്ള ബസ് തന്നെ കിട്ടി. പിന്നെ ആണെങ്കിൽ ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ കഴിഞ്ഞു. പിന്നെ നാളെയാണല്ലോ ലുലു മോളിൻ്റെ ഉദ്ഘാടനം, അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കോഴിക്കോടും ലുലു മോൾ വന്നു. ഇനി ബ്ലോക്കിൻ്റെ കാര്യം പേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഏരിയ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഒരു ബ്ലോക്ക് നിറഞ്ഞ ഏരിയ ആണ്. ഇനി പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഞങ്ങൾ പാറമ്മലെത്തി ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണം. പിന്നെ അങ്ങനെയാണല്ലോ, അങ്ങനെ ചേച്ചീനെ സോപ്പിട്ടിട്ട് ഒരു മാംഗോ ബാർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നടക്കുകയാണ് കേട്ടോ. പാറമ്മന്ന് പിന്നെ കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക്. ചേച്ചീനോട് വേണമെന്ന് വെച്ചപ്പോൾ ആദ്യം കുറച്ച് ഡിമാൻഡൊക്കെ കാട്ടിയെങ്കിൽ അവൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.